ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഈ ഒരു ഡ്രസ്സിൻ്റെ വിശദീകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് എങ്ങനെയൊക്കെയാണ് തയ്ച്ചത്, എങ്ങനെയൊക്കെയാണ് ഇതിന് എത്ര മീറ്റർ തുണി വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം അതും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വെൽവെറ്റ് മെറ്റീരിയലിൻ്റെ ഒരു കോട്ടാണ് വരുന്നത്. പിന്നെ മുത്തിൻ്റെ ലേസും ഉണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള മെറ്റീരിയലാണ്. പിന്നെ സ്റ്റിഫ് നെറ്റിൻ്റെ സെപ്പറേറ്റ് ഒരു സ്കേർട്ടാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു മെറ്റീരിയലാട്ടോ. 200 സംതിങ് എങ്ങാണ്ട് നല്ല ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൽ എംബ്രോയിഡറി പോലെയാണ് വരുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം എന്നാലും നിങ്ങൾക്ക് തയ്ക്കാൻ അറിയണവർക്കും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതിതാ ഞാനിങ്ങനെ ഒരു 15 ഇഞ്ച് യോക്കാണ് എടുത്തിട്ടുള്ളത്. 15 ഇഞ്ച് യോക്ക് എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ അവിടെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഞാനിങ്ങനെ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് നല്ല ഷേപ്പിൽ നിൽക്കും. പിന്നെ ഇതാ നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും കുഞ്ഞു കുഞ്ഞു ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഇതുവരെ ലൈൻ കട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഞെറിവോട് കൂടിയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ് ഇടുമ്പോൾ ആ സ്റ്റിഫ് നെറ്റ് ഇങ്ങനെ നിൽക്കണമല്ലോ, അത് കാരണം അടിയിൽ ഞെറിവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ചിട്ടാകുമ്പോൾ നല്ല എലഗൻ ലുക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഡ്രസ്സ് നല്ല ഇതിൽ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഓവർകോട്ട് വരുന്നത്. ഈ സമയത്ത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും തന്നെ പ്രൈവറ്റ് പാർട്ടിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി പലതും ബ്ലേഡ് വെച്ചിട്ടാണെങ്കിലും ഡ്രിമ്മർ വെച്ചിട്ടാണെങ്കിലും പിന്നെ പലതരം ക്രീമുകൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്ലേഡും ഇതൊക്കെ ആകുമ്പോൾ തന്നെ മുറിവായിട്ടും റാഷസ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എവർടീൻ്റെ ബിക്കിനി ഹെയർ റിമൂവൽ ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കിന്നിങ്ങനെ ഡാർക്ക് ആവുമല്ലോ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഭയങ്കര മാതിരി സ്മെല്ലായിരിക്കും ചില ക്രീമുകൾക്ക്. അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അൺവാണ്ടഡ് ഹെയർ ഒക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യും. ഇപ്പോൾ ഇത് നമ്മൾ സെൻസിറ്റീവായ സ്കിന്നിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അണ്ടർ ആംസിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സെൻസിറ്റീവായ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റനിങ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക്നെസ്സിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ചാർക്കോളാണ്. അത് സ്കിന്നിനെ ഡീടോക്സ് ചെയ്യും. അപ്പോൾ ഇതിലിതാ ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ഒരു ട്യൂബിലാണ് നമ്മളുടെ ഈ ഒരു ബിക്കിനി ഹെയർ റിമൂവൽ ക്രീം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പാച്ചുല ഉണ്ട്, അതും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്പാച്ചുലയുടെ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്ത നമ്മുടെ ഈ ഒരു പാക്കറ്റിൽ ഇങ്ങനെ 2 സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വെള്ളത്തിലിട്ട് തുറന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു പേപ്പർ പോലെയാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ തുടച്ച് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമ്മൾ അൺവാണ്ടഡ് ഹെയർ ഒക്കെ പോയിട്ട് സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. അപ്പൊ എവർടീൻ്റെ ഈ ഒരു ക്രീം ഹെയർ റിമൂവർ സ്കിൻ ഫ്രണ്ട്ലിയാണ്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. എന്നാലും തന്നെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ചിലവരുടെ സ്കിന്നിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നല്ലത് എന്ന് അന്വേഷിച്ച് നടക്കണവര് എന്തായാലും എവർടീൻ്റെ ഈ ഒരു ഹെയർ റിമൂവൽ ക്രീം ഒന്ന് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇപ്പൊ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതായി ഒരു വെൽവെറ്റിൻ്റെ ഓവർകോട്ടാണ്. ഇത് ഞങ്ങൾ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് ഇന്നലെ കല്യാണത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഞാനിന്ന് വീട്ടിലേക്ക് പോകും. അപ്പോൾ പിന്നെ വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ലൈസ് ഞാൻ തുന്നിയിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെഷീനും ഇത് അടിക്കുമ്പോഴത്തേക്കും സൂചി പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് ഇതാ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സ് ഇങ്ങനെ ഷേപ്പ് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിത് ആദ്യമേ ഇതിവിടെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുന്നി പിടിപ്പിക്കാൻ നമുക്ക് ഈസി ആകും. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ കഴുത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറെ ഒരു ഓർണമെന്റ്സിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മളെ സ്ലീവിൻ്റെ അറ്റത്തും 2 ലെയറായിട്ട് ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, 2 കയ്യിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ലീവാണ് കേട്ടോ ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിൽക്കും ബാക്കിൽക്കും പീസ് ഒരുപോലെ കട്ട് ചെയ്യരുത്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മളിവിടെ യോജിപ്പിക്കാൻ വേണ്ടി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 12.5 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് ഈ 12.5 ഇഞ്ചിൻ്റെ അവിടെ നിന്നിട്ട് ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഓപ്പൺ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അടി വരെ ഓപ്പൺ ആണ്. പിന്നെ ബാക്കിൽ ഞാൻ കുളത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലും ഒരു 2 ലെയർ
2 ലെയർ ഞാൻ ഈ ഒരു മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലെയറും കൂടി വെക്കാൻ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. പിന്നെ സമയമില്ലാത്ത കാരണം ഞാൻ പിടിപ്പിച്ചില്ല കേട്ടോ. പിന്നെ ഇതിന് ഞാൻ ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സാരി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 20 ഇഞ്ച് വീതിയുള്ള തുണി ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനൊരു അറ്റമില്ല, കാരണം അറ്റം മടക്കി അടിക്കാനും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മടക്കി അടിച്ചാലും ഓവർലോക്ക് ചെയ്താലും ഒരു വൃത്തി കിട്ടുന്നില്ല. അപ്പം ഞാനത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടൊരു തുണിയാണ് കേട്ടോ. ഇതിങ്ങനെ മടക്കിയിട്ട് വെച്ചാൽ മതി. അത്ര വീതിയൊന്നുമില്ല, ഒരു സാരിയുടെ ഒരു ഹെവി ഒന്നും കൊടുക്കുന്നില്ല. ഒരു സാരി പോലെ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ആ വെൽവെറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ആ മുത്തും കുറച്ച് കടർത്തിട്ട് ഞാനൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സാരിയുടെ അറ്റത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇവിടെ ബാക്കി വന്ന ഈ ലേസൊക്കെ കൂട്ടി പിടിച്ചിട്ട് പിന്ന് കുത്തിയിട്ട് ഇവിടെ വെക്കാനും എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോ പീസ് ഒരു അത്യാവശ്യമാണ് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് അളന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് താഴെ വരെ മുട്ടണ വരെ എടുത്തിട്ട് ഈ ഒരു അറ്റം നമ്മളുടെ ഈ ഒരു അടിയത്തെ ഫ്രോക്കിൽ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. അത് നമ്മളൊരു ഈ ഹിപ്പിൻ്റെ ഈ ഒരു സൈഡിൽ ബാക്കിലേക്കൊന്നും വരുന്നില്ല, ഇവിടെ 2 പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ആ ഓപ്പണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് ഉള്ളു തലയിൽ ടർബൺ ചുറ്റാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടോട്ടൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 7 മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 മീറ്റർ നമ്മൾ ടർബൺ ചുറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു 2 മീറ്റർ കൊണ്ടാണ് യോക്കും പിന്നെ ഈ ഒരു സംഭവം എടുത്തത്. പിന്നെ ബാക്കിയുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ഫുള്ള് ഞെറിവുള്ള ആ ഒരു സംഭവം കൊടുത്തത് കേട്ടോ. ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 3.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 മീറ്റർ ഈ ഒരു ഡ്രസ്സിനും 1/2 മീറ്റർ ഈ ഒരു സ്ലീവിനും എന്നുള്ള കണക്കിൽ 3.5 മീറ്ററാണ് ഇതിന് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് തയ്ക്കുക, കാരണം ഒരുപാട് ഡ്രസ്സും തയ്ക്കാനുള്ള കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. എന്നാലും അത്യാവശ്യം ഡിസൈൻ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.